കേരളത്തിന്റെ അട്ടപ്പാടിയിൽ ഇരുന്നിട്ട് നിങ്ങൾക്ക് അമേരിക്കയിൽ വരെ വിൽക്കാൻ പറ്റും. then what is stopping a person? ഇത് മലയാളികൾ ഒരുമിച്ച് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ കേരളത്തിന്റെ ഗ്രോത്ത് ആലോചിച്ച് നോക്കും. എല്ലാ മലയാളി കുടുംബത്തിലും ഒരു ഡിജിറ്റൽ സംരംഭകനെ ക്രിയേറ്റ് ചെയ്യുമെന്ന് ഞങ്ങൾ പറഞ്ഞപ്പോൾ ഒരുപാട് പേര് പുച്ഛിച്ചു. നടക്കണ കാര്യമല്ല. ഒന്ന് മലയാളികളുടെ അത്ര ആൾക്കാരിലേക്ക് എത്തിക്കാൻ പറ്റില്ല, മലയാളികളെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റില്ല, ഡിജിറ്റൽ ആൾക്കാർക്ക് ഒന്നും അറിയത്തില്ല, ബിസിനസ് മൈൻഡ് സെറ്റ് ഇല്ല, അവരുടെ കാശില്ല, ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളായിരുന്നു. പക്ഷേ ഇന്ന് ഞാൻ ഇപ്പോഴും പറയുന്നു ദാറ്റ് ഈസ് ഈസിലി പോസിബിൾ ഫോർ us. നമുക്കത് പറ്റും. കാരണം നമ്മളത് പറഞ്ഞിരിക്കുന്നത് എന്താ അറിയോ? ഡിജിറ്റൽ സംരംഭകൻ എന്നാ പറഞ്ഞിരിക്കുന്നത്. സംരംഭകൻ എന്ന് പറഞ്ഞാൽ എന്തുവാ? യു സെൽ സംതിങ് ടു മേക്ക് മണി. ആക്ച്വലി ഇന്ന് ജോബ് കട്ടിങ് നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. ജോലി പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പക്ഷേ ട്രേഡ് നിൽക്കുമോ? ട്രേഡ് നിൽക്കില്ല. കൺസംഷൻ വിൽ ഇൻക്രീസ്. അങ്ങനെയാണെങ്കിൽ അവിടെ പ്രൊഡക്റ്റുകൾക്കും പ്രൊഡക്റ്റുകളുടെ സെയിൽസിനും ഭയങ്കര ഓപ്പർച്യൂണിറ്റി ഉണ്ട്. നമ്പർ ഓഫ് പീപ്പിൾ കൂടി വരികയാണ്, കൺസംഷൻ കൂടി വരികയാണ്. അപ്പോൾ കൂടുതൽ പ്രൊഡക്ഷന്റെ ആവശ്യമുണ്ട്. ഇനി ഒന്നും കൂടെ ഞാൻ പറയാം. മാസ് പ്രൊഡക്ഷനിൽ പോകുന്ന കമ്പനികളുടെ പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റിയും സ്റ്റാൻഡേർഡും നമുക്കറിയാം. അത് നിങ്ങൾ പുറത്തുനിന്ന് വാങ്ങി കഴിക്കുന്ന ഒരു പ്രൊഡക്റ്റ് അതിനകത്ത് പ്രിസർവേറ്റീവ്സും എല്ലാം ഇട്ടിട്ട് നമുക്ക് എത്രത്തോളം ബുദ്ധിമുട്ടുണ്ടെന്ന് നിങ്ങൾക്കറിയാം. ഇനി മൈക്രോ ലെവലിൽ ചിന്തിച്ചു നോക്കൂ. നിങ്ങളുടെ വീടിനടുത്ത് തന്നെ ഒരാൾ അത് ഉണ്ടാക്കി തരികയാണെന്നുണ്ടെങ്കിൽ വിൽ യു ബൈറ്റ് ഓർ നോട്ട്? അപ്പോൾ ചെറിയ പ്രൊഡക്ഷൻ കപ്പാസിറ്റിയിലും നല്ല പ്രൊഡക്റ്റുകൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ചെറിയ പ്രൊഡക്ഷൻ കപ്പാസിറ്റിയിലാണ് നല്ല പ്രൊഡക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ എല്ലാവർക്കും അവരവരുടെ ഇൻകമിനെ എന്തെങ്കിലും ഒക്കെ ഉണ്ടാക്കിയിട്ട് വിൽക്കാനായിട്ട് പറ്റും. അത് സ്കില്ലാകാൻ ചിലപ്പോൾ ഡിജിറ്റൽ പ്രൊഡക്റ്റ് ആയിരിക്കാം, ചിലപ്പോൾ വേറെ ഫിസിക്കൽ പ്രൊഡക്റ്റ് ആയിരിക്കാം, ഫാമിംഗ് ആയിരിക്കും, എന്തുമായിരിക്കാം. ഇവരെല്ലാം സെല് ചെയ്യാൻ പോകുന്നത് ഇനി ഡോർ ടു ഡോർ അല്ല, ഓൺലൈനാണ്. സോ ഡിജിറ്റൽ സംരംഭകൻ ഇനി എല്ലാ വീടുകളിലും വരും. അത് ഒരിക്കലും തടയാനാകില്ല. എല്ലാ വീട്ടിലും അങ്ങനെ ഒരാൾ ഉണ്ടായേ പറ്റൂ. ഇനി ജോബിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ഒരു വീടിനും ഇനി മുന്നോട്ട് പോകാൻ പറ്റില്ല. ഈ വർഷം പറ്റുമായിരിക്കും, അടുത്ത വർഷം തൊട്ട് പറ്റത്തില്ല. സോ someone has to take that pain initiative. അതാണ് ഞങ്ങൾ എല്ലാ മലയാളി കുടുംബത്തിലും ഒരു ഡിജിറ്റൽ സംരംഭം ക്രിയേറ്റ് ചെയ്യുന്നുള്ള ഞങ്ങളുടെ ഒരു വിഷനും മിഷനും എല്ലാം. ഇതിനു വേണ്ടിയിട്ട് ഇത് പ്രാക്ടിക്കലി പോസിബിൾ ആണോ? കഴിഞ്ഞ വർഷം വരെ അത് ടഫായിരുന്നു. പക്ഷേ ഈ വർഷം മുതൽ അത് പോസിബിൾ ആണ് വിത്ത് ദി പവർ ഓഫ് AI. 30 minutes ഒരാൾ ലൈഫിൽ മാറ്റി വെക്കുകയാണെങ്കിൽ, ഒരു ദിവസം മാറ്റി വെക്കുകയാണെന്നുണ്ടെങ്കിൽ അവന് ഇത് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും. ഹി ക്യാൻ ക്രിയേറ്റ് കണ്ടന്റ്, ഹി ക്യാൻ ഡു മാർക്കറ്റിംഗ്, ഹി ക്യാൻ ഫൈൻഡ് കസ്റ്റമേഴ്സ്. ഓൺലി തിങ് ഇസ് ദാറ്റ് അവനെ പ്രൊഡക്റ്റ് ക്രിയേറ്റ് ചെയ്ത് റെഡിയാക്കി വെച്ചാൽ മാത്രം മതി. ഇനി ഇത് ഓൺലൈൻ ആയതുകൊണ്ട് കേരളത്തിന്റെ അട്ടപ്പാടിയിൽ ഇരുന്നിട്ട് നിങ്ങൾക്ക് അമേരിക്കയിൽ വരെ വിൽക്കാൻ പറ്റും. then what is stopping a person? ഇത് മലയാളികൾ ഒരുമിച്ച് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ കേരളത്തിന്റെ ഗ്രോത്ത് ആലോചിച്ച് നോക്കും. ആ കേരളത്തിലേക്ക് ഇത്രയും ക്യാഷ് ഫ്ലോ വന്ന് നമ്മുടെ നാട് വളരുമ്പോൾ പിന്നെ ഏതെങ്കിലും ഒരുത്തൻ ഇവിടുന്ന് പുറത്തേക്ക് പോകും. നമ്മൾ എന്തിനാ പുറത്ത് പോകുന്ന പിള്ളേർ? അവരെ ലൈഫ് എൻജോയ് ചെയ്യാനല്ലേ എന്ന് നിങ്ങൾ കരുതും. പുറത്ത് പോയി പഠിക്കുന്നു, വലിയ ലൈഫ് എൻജോയ് ചെയ്യാനാണ് എല്ലാവരും പോകുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അല്ലാതെ പുറത്ത് പോയി പഠിച്ചുകൊണ്ട് കിട്ടുന്ന മറ്റുള്ള കാര്യങ്ങളല്ല. അത് കേരളത്തിൽ ഇരുന്നിട്ട് അതേ പണം നിങ്ങൾക്ക് ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് കറങ്ങാൻ പോകൂടെ? അതല്ലേ നല്ലത്? അവിടെ പോയി പുറത്ത് പോയി പഠിക്കുന്ന കുട്ടികളുടെ ലൈഫ് സ്റ്റൈൽ നിങ്ങൾ ചോദിച്ചാൽ മനസ്സിലാവും. അവരുടെ ലിവിങ് എക്സ്പെൻസ് വളരെ കൂടുതലാണ്, ഒരു വിലയില്ല. അത് മാത്രമല്ല അവർ അടിമപ്പണിയൊക്കെ ചെയ്തിട്ടാണ് അവരുടെ ചെലവ് മീറ്റ് ചെയ്യുന്നത്. ഇറ്റ്സ് വെരി ടഫ്. ഇവിടെ നിന്ന് കാണുന്ന പോലെയല്ല. എന്തിന്? അതേ കാര്യം നിങ്ങൾക്ക് നാട്ടിലിരുന്ന് വീട്ടിലിരുന്നിട്ട് ചെയ്യാനും എന്നിട്ട് അത് എൻജോയ് ചെയ്യാനായിട്ട് ട്രാവൽ ചെയ്യുന്ന സിനാരിയോ ഒന്ന് ആലോചിച്ച് നോക്കുക. ആൻഡ് ഇഫ് യുവർ ബിസിനസ് ഇസ് ഡിജിറ്റൽ യു ക്യാൻ ട്രാവൽ ആൻഡ് സ്റ്റിൽ റൺ ദി ബിസിനസ്. ഇപ്പോൾ ഞങ്ങളൊരു സീരിയസ് ആയിട്ടുള്ള ഒരു മിഷൻ ആയിട്ടാണ് ഇങ്ങനെ എടുത്തിരിക്കുന്നത്. കേരളത്തിലെ എല്ലാ കുടുംബത്തിലും ഒരു ഡിജിറ്റൽ സംരംഭം ക്രിയേറ്റ് ചെയ്തിരിക്കും. നിങ്ങൾക്ക് വേണമെങ്കിൽ ഞങ്ങളുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പറ്റുന്ന സപ്പോർട്ട് ചെയ്തു തരാം. ഇല്ലെങ്കിൽ നിങ്ങൾ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. നമുക്ക് കേരളത്തിൽ വലിയ മാറ്റം കൊണ്ടുവരേണ്ടത് ആവശ്യമാണ്. ഇല്ലെങ്കിൽ കേരളം ഒരു വൃദ്ധാലയമായിട്ട് മാറും. ആൻഡ് വി ഡോണ്ട് വാണ്ട് ദാറ്റ്.